Good evening, sir. Start it, sir. സ്റ്റാർട്ട് ചെയ്തോളൂ. No, slide visible ആണ്. ഇത് PPT ഇത് visible ആണല്ലോ sir, PDF. വിസിബിൾ ആണ്. Okay. So നമ്മൾ ഓൾമോസ്റ്റ് 29 I think 30 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 31 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 31 ഡാലി എന്തിനാ മെഷർ ചെയ്യുന്നത്? ഡാലി മെഷേഴ്സ് മോർട്ടാലിറ്റി ആൻഡ് ഡിസബിലിറ്റി. കറക്റ്റ്. ഡാലി മെഷർ ചെയ്യുന്നത് മോർട്ടാലിറ്റിനെയും ഡിസബിലിറ്റിനെയാണ്. ഞാൻ ഒന്നിച്ചിട്ട് ആൻസർക്ക് അയക്കാൻ വെച്ചിട്ടാണ് ഇന്നലെ അയക്കാറുന്നത് കേട്ടോ. So I'll send the answer key together. So DALI measures both the mortality and disability ആയിരിക്കും. And next question 32 അതിന്റെ ഒരു മാത്തമാറ്റിക്സ് വരുന്നതായിരിക്കും. I mean ഒരു കാൽക്കുലേഷൻ വരുന്നതായിരിക്കും. A city with 800 deaths per year, mortuary bodies stored for average duration of 8 days with 80% occupancy in a year. So what number of mortuary bed needed? ഒരു സിറ്റിയിൽ 800 ഡെത്ത് പെർ ഇയർ ഉണ്ട്. ആൻഡ് ആ മോർച്ചറിയിൽ ഒരാളെ 8 ദിവസത്തേക്ക് വെക്കേണ്ടി വരുന്നുണ്ട്. ആൻഡ് അങ്ങനെ വെക്കുമ്പോഴും 80% ഒക്യുപ്പൻസി ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്ര ബെഡാണ് മോർച്ചറിയിൽ ആവശ്യമായിട്ട് വരുന്നത്? സോ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സോ ഫസ്റ്റ് നമുക്ക് ആദ്യം എന്താ അറിയണം? ടോട്ടൽ ബെഡ് ഡേയ്സ് അറിയണം. അതായത് ടോട്ടൽ ബെഡ് ഡേ റിക്വയർഡ് പെർ ഇയർ നമുക്ക് അറിയണം. സോ നമ്മൾ പറഞ്ഞു ടോട്ടൽ ഒരു സിറ്റിയിൽ ഒരു ഡെത്തിൽ ഉണ്ടാവുന്നത് 800 ഡെത്ത് ആണ്. അതിനകത്ത് 800 പേരെ എത്ര ദിവസമാണ് മാക്സിമം വെക്കേണ്ടത്? ഒരു ആവറേജ് ഡ്യൂറേഷൻ പറഞ്ഞത് 8 ഡേയ്സ് വെക്കണം എന്ന് പറഞ്ഞു. സോ നമുക്ക് ടോട്ടൽ ബെഡ് ഡേയ്സ് റിക്വയർഡ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ ഇൻറ്റു ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് 800 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ടോട്ടൽ ബെഡ് ഡേയ്സ് കിട്ടും. ഒരു ഇയറിലേക്ക് വേണ്ട ടോട്ടൽ ബെഡ് ഡേയ്സ് നമുക്ക് കിട്ടും. സോ 800 ഇൻറ്റു 8 നമുക്ക് തരുന്നതായിരിക്കും എന്ത്? ടോട്ടൽ ബെഡ് ഡേയ്സ് പെർ ഇയർ. അതാണ് 64,000 ആ വാല്യൂ വരും. ഓക്കെ. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബെഡ് റിക്വയർഡ് വെൻ ഒക്യുപ്പൻസി ഇൻ 100% ആണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? അതായത് നമുക്ക് ഈ ബെഡ് നമുക്ക് എത്ര ബെഡ് ഡേയ്സ് വേണം നമ്മൾ കൂട്ടിയില്ലേ, അത് ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ടത് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ബെഡ് റിക്വയർഡ് വെൻ ഒക്യുപ്പൻസി ഈസ് 100%. ഒക്യുപ്പൻസി 100% ഉണ്ടെങ്കിൽ, അതായത് എല്ലാ ബെഡും ഫുൾ ആണെങ്കിൽ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടിയ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% ഒക്യുപ്പൻസിയിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ 80% ഒക്യുപ്പൻസി ആണെങ്കിൽ ഇൻറ്റു 80 ചെയ്താൽ മതി. മനസ്സിലായോ? സോ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സിറ്റിയിൽ 800 ഡെത്ത് ഒരു ഇയറിൽ നടക്കുന്നുണ്ട്. അതിനെ മോർച്ചറിയിൽ വെക്കുമ്പോഴത്തേക്ക് ഒരു ആവറേജ് സ്റ്റേ 8 ദിവസം വേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ 80% ഒക്യുപ്പൻസി ഉണ്ട്. ആ മോർച്ചറിയുടെ 80% ഒക്യുപ്പൻസി ഉണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് മോർച്ചറി ബെഡ്സ് ആണ് നീഡഡ്? ഓക്കെ. സോ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ഒരു വർഷത്തേക്ക് എത്ര ബെഡ് ഡേയ്സ് ആണ് വേണ്ടി വരുന്നത് നോക്കണം. അതായത് 800 ഡെത്ത് 8 ദിവസം, ഒരു ഡെത്ത് 8 ദിവസം വെക്കേണ്ടി വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഒരു വർഷത്തേക്ക് ടോട്ടൽ ബെഡ് ഡേയ്സ് റിക്വയർഡ് പെർ ഇയർ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 800 പേര് മരിക്കുന്നു, 8 ദിവസം ഓരോ ബോഡി 8 ദിവസം വെക്കേണ്ടി വരുന്നു. സോ 800 ഇൻറ്റു 8, ദാറ്റ് മീൻസ് 6400 ബെഡ് ഡേയ്സ് ആണ് ഒരു വർഷത്തേക്ക് നമുക്ക് വേണ്ടി വരുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി ഈ ഒരു വർഷം, അതായത് 365 ഡേയ്സിലേക്ക് നമുക്ക് വേണ്ടത് 6400 ബെഡ് ഡേയ്സ് ആണ് അല്ലെ? അത് 100% ഒക്യുപ്പൻസി ആണെങ്കിലാണ്. സോ ഇൻറ്റു 100. 80% ഒക്യുപ്പൻസി ആണെങ്കിലോ സെയിം തന്നെ, 6400 ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു 80. ദാറ്റ് മീൻസ് ആ വാല്യൂ നമുക്ക് വരുന്നത് 21.9 വരും. സോ അപ്രോക്സിമേറ്റ്ലി 22 ബെഡ്സ്. മനസ്സിലായോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന്? റിപ്പീറ്റ് ചെയ്യണോ ഞാൻ? ക്ലിയർ ആണ് ഡോക്ടർ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണത്? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതല്ലേ. Health indicators are used for health status of a community, requirement of health needs, access rate of infection to meet basic needs. എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്?
Health status of community. കമ്മ്യൂണിറ്റി കറക്റ്റ്. ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് കമ്മ്യൂണിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ അറിയാൻ, അല്ലെങ്കിൽ രണ്ട് കൺട്രിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഹെൽത്ത് സ്റ്റാറ്റസ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഹെൽത്ത് ടു ഐഡന്റിഫൈ ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് എ കമ്മ്യൂണിറ്റി നമുക്ക് പറയാം ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് ടു കമ്പയർ ദ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫ് കൺട്രി. ഇത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഇതിന്റെ ആൻസർ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് ടു കമ്പയർ ദ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫ് കൺട്രി. രണ്ട് കൺട്രികൾ തമ്മിലെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്കിനെ കമ്പയർ ചെയ്യാനായിട്ട് ഇതിനകത്ത് ഏതാണ് യൂസ് ചെയ്യുന്നത്? ക്രൂഡ് ഡെത്ത് ആൻഡ് ബർത്ത് റേറ്റ്, ഏജ് സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ്, ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്, പ്രൊപ്പോർഷൻ മൊർട്ടാലിറ്റി റേറ്റ്. ഇതിന്റെ ആൻസർ ആക്ച്വലി വരുന്നത് നമ്മൾ പഠിച്ചല്ലാത്ത ഞാൻ പറയാണ്, ഏജ് സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് ആണ്. അതായത് ഇപ്പം ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രൂഡ് ഡെത്തിനകത്ത് എല്ലാവരും വരുന്നുണ്ട് അല്ലെ? പ്രായമുള്ളവർ മരിച്ചാലും ചെറുപ്പക്കാരെ മരിച്ചാലും എല്ലാവരും വരുന്നുണ്ട്. നമുക്ക് അറിയത്തില്ല കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ എങ്ങനെയാണെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രായമുള്ളവർ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഇന്ത്യയിലെ പോപ്പുലേഷനിൽ യങ്സ്റ്റേഴ്സിന്റെ നമ്പർ ആണ് കൂടുതൽ. പാകിസ്ഥാനിലെ പോപ്പുലേഷൻ നോക്കുമ്പോഴത്തേക്ക് യങ്സ്റ്റേഴ്സിനെക്കാളും കുറെ പ്രായമുള്ളവരുടെ നമ്പർ കൂടുതലായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡെത്ത് എവിടെ കൂടും? പാകിസ്ഥാനിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഡെത്ത് റേറ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആണ് ഈ ഏജ് സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഇൻ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ അതായിരിക്കും നമ്മൾ ഒരു ബെസ്റ്റ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടു കമ്പയർ ദ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്. സോ ദ ആൻസർ ഈസ് ഏജ് സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് അഗെയിൻ ഡിസബിലിറ്റി. ഞാൻ പറയില്ല, ഈ ഡാലി ഹെയിൽ അതിൽ നിന്ന് കുറെ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. Disability adjusted life years expresses the, നിങ്ങൾ തന്നെ പറയണം ആൻസർ. Lost year of life due to premature death and disability. Disability, lost year of life due to premature death and disability. നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ലോസ്റ്റ് ഇയർ ഓഫ് ലൈഫ് ഡ്യൂ ടു പ്രിമച്ചർ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ആയിരിക്കും എന്റെ ആൻസർ. ദെൻ സൈലന്റ് എപ്പിഡമിക് ഓഫ് ദ സെഞ്ചുറി ഈസ്. ഇതിന്റെ ആൻസർ സൈലന്റ് എപ്പിഡമിക് ഓഫ് ദ സെഞ്ചുറി, ഓർ എന്നെ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ സൈലന്റ് എപ്പിഡമിക് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് അൽസൈമേഴ്സ് ഡിസീസിനായിരിക്കും. ഓക്കെ, സോ സൈലന്റ് എപ്പിഡമിക് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി ഈസ് അൽസൈമേഴ്സ് ഡിസീസ്. മോഡേൺ എപ്പിഡമിക് എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസിനായിരിക്കും. ഓക്കെ, മോഡേൺ എപ്പിഡമിക് എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസിനായിരിക്കും. സൈലന്റ് എപ്പിഡമിക് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് അൽസൈമേഴ്സ് ഡിസീസിനായിരിക്കും. കീപ് ഇൻ മൈൻഡ്, മോഡേൺ എപ്പിഡമിക് എന്ന് പറയുന്നത് എന്തിനാണ്? കൊറോണറി ആർട്ടറി ഡിസീസിനായിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെന്റ് ദ സബ്മേർജ്ഡ് പോർഷൻ ഓഫ് ഐസ്ബർഗ്. നമ്മൾ ഐസ്ബർഗിനെ പറ്റി പഠിച്ചു അല്ലെ? സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെന്റ് ദ സബ്മേർജ്ഡ് പോർഷൻ ഓഫ് ഐസ്ബർഗ്. എന്താണ് സബ്മേർജ്ഡ് പോർഷൻ? മേലെ കാണുന്ന ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് വിച്ച് ക്യാൻ ബി വിസിബിൾ, നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ആ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്താണ്? ക്ലിനിക്കൽ കേസസ് ആണ്, അതായത് സിംറ്റമാറ്റിക്കലി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കേസസ് ആണ്. ഇനി താഴെയുള്ള എന്താണ്? നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടില്ലാത്ത കേസസ് അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാത്ത കേസുകളായിരിക്കും. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെന്റ് ദ സബ്മേർജ്ഡ് പോർഷൻ ഓഫ് ഐസ്ബർഗ്? ഡയഗ്നോസ്ഡ് കേസസ് അണ്ടർ ട്രീറ്റ്മെന്റ്, അൺഡയഗ്നോസ്ഡ് കേസസ്, പ്രീ സിംറ്റമാറ്റിക് കേസസ്, കാരിയർ, ലേറ്റന്റ് ആൻഡ് ഹെൽത്തി പോപ്പുലേഷൻ. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഡയഗ്നോസ്റ്റിക് കേസ്. ഡയഗ്നോസ്റ്റിക് കേസ് അണ്ടർ ട്രീറ്റ്മെന്റ് ഐസ് ടിപ്പിൽ വരുന്നതായിരിക്കും. അതായത് മേലെ കാണുന്ന പോർഷൻ ആയിരിക്കും ഡയഗ്നോസ്റ്റിക് കേസസ് അണ്ടർ ട്രീറ്റ്മെന്റ്. ബാക്കി എല്ലാം എന്തിൽ വരുന്നതായിരിക്കും? സബ്മേർജ്ഡ് പോർഷൻ ഓഫ് ഐസ്ബർഗിൽ വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് പതോജനസിസ് ഓഫ് എ ഡിസീസ്. ഡിസീസിന്റെ പതോജനസിന് ട്രൂ അല്ലാത്തത് എന്താണ്? സ്ക്രീനിങ് ഈസ് നോ യൂസ് ഇൻ ചേഞ്ചിങ് കോഴ്സ് ഓഫ് ഡിസീസ്. ടെറിഷറി പ്രിവെൻഷൻ ഈസ് പോസിബിൾ. എൻട്രി ഓഫ് ഓർഗാനിസം ഒക്കേഴ്സ്. എക്സ്ക്ലൂഡ് സബ്ക്ലിനിക്കൽ കേസസ്. ഇൻക്ലൂഡ് സബ്ക്ലിനിക്കൽ കേസസ്. എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? Which of the following is not true regarding pathogenesis of a disease? Pathogenesis of a disease-നകത്ത് true അല്ലാത്ത എന്താണ്? Screening is of no use in changing the course of the disease. Tertiary prevention is possible. Entry of organism occurs, includes subclinical cases. Screening is no use. കറക്റ്റ്. എന്താണ് ഈ ഒരു ഡിസീസിന് നമുക്ക് രണ്ട് സ്റ്റേജ് ആയിട്ട് പ്രീ പതോജനസിസ് ഫേസസ് ഓഫ് ഡിസീസ് എന്നും പതോജനിക് ഫേസസ് ഓഫ് ഡിസീസ് എന്ന് പറയാം. പ്രീ പതോജനിക്സിസ് ഫേസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പീരീഡിന് പീരീഡ് ബിഫോർ ഓൺസെറ്റ് ഓഫ് ദ ഡിസീസ് ഇൻ മാൻ. അതായത് നമുക്ക് രണ്ട് സ്റ്റേജ് ആയിട്ട്, നമ്മൾ നേരത്തെ സ്പെക്ട്രം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ രണ്ട് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
പ്രീ പതോജനസിസ് ഫേസും ഉണ്ടായിരിക്കും, പതോജനസിസ് ഫേസും ഉണ്ടായിരിക്കും. പ്രീ പതോജനസിസ് ഫേസിൽ എന്താണ്, ഈ പീരീഡ് ഓൺസെറ്റ് ഓഫ് ഡിസീസിന് മുന്നേ ഉള്ളതായിരിക്കും. അതായത് മാൻ അറ്റ് റിസ്കിനാണ് പ്രീ പതോജനസിസ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇന്ററാക്ഷൻ സംഭവിക്കുകയാണ് നമ്മുടെ ഏജന്റും ഹോസ്റ്റും എൻവയോൺമെന്റും തമ്മിൽ. ആ ഇന്ററാക്ഷൻ സംഭവിച്ചിട്ടായിരിക്കും പതോജനസിസിലേക്ക് വരുന്നത്. സോ പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ഈ പ്രീ പതോജനസിസ് ഫേസ് ഓഫ് ഡിസീസിൽ പോസിബിൾ ആയിരിക്കും. മനസ്സിലായോ? എന്താണ് പ്രീ പതോജനസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ മാൻ അറ്റ് റിസ്ക് ആണ്, റിസ്ക് ഫാക്ടർ ഉണ്ട്. ഓക്കെ, ഡിസീസ് ആയിട്ടില്ല, ഇവിടെ ആ ഇന്ററാക്ഷൻ നടക്കുന്നേ ഉള്ളൂ, ഡിസീസ് ആയിട്ടില്ല. മാനും ഹോസ്റ്റും ഏജന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നതേ ഉള്ളൂ, ഡിസീസ് ഫോം ആയിട്ടില്ല. ആ സ്റ്റേജിനെയാണ് നമ്മൾ പ്രീ പതോജനസിസ് ഫേസ് എന്ന് പറയുന്നത്. സോ റിസ്ക് ഫാക്ടർ ഉണ്ട്, ഡിസീസ് ആയിട്ടില്ല, പ്രൈമറി ലെവൽ ഓഫ് ഇന്റർവെൻഷൻ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് പ്രീ പതോജനസിസ് ഫേസ് ഓഫ് ഡിസീസ്. പതോജനസിസ് ഫേസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ബിഗിൻസ് വിത്ത് എൻട്രി ഓഫ് ദ ഓർഗാനിസം ഇൻ സസെപ്റ്റബിൾ ഹോസ്റ്റ്. സസെപ്റ്റബിൾ ഹോസ്റ്റിലേക്ക് ഓർഗാനിസത്തിന്റെ എൻട്രി ആകുന്നത് തൊട്ട് പതോജനസിസ് ഫേസ് ഓഫ് ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എൻട്രി ആയി കഴിഞ്ഞു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആവും. ആദ്യം നമ്മുടെ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസം കയറുന്നു, നമ്മുടെ ബോഡി എന്നത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിസീസിനെ ഇനിഷ്യേറ്റ് ചെയ്ത് ഫെർദർ പ്രോഗ്രഷൻ ഉണ്ടാകുന്നു. ഇതെല്ലാം പതോജനസിസ് ഫേസ് ഓഫ് ഡിസീസിൽ വരുന്നതായിരിക്കും. ആൻഡ് ഫൈനൽ ഔട്ട്കം എന്താകാം? ഒന്നുകിൽ റിക്കവറി ആകാം, ഡിസബിലിറ്റി ആകാം, അല്ലെങ്കിൽ ഡെത്ത് ആകാം. റൈറ്റ്. സോ അതേ കണക്ക് തന്നെ ഹോസ്റ്റ് ക്ലിനിക്കൽ കേസ് ആകാം, സബ് ക്ലിനിക്കൽ കേസ് ആകാം, അല്ലെങ്കിൽ കാരിയർ ആകാം. ഇവിടെ വരുന്ന ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ എന്തായിരിക്കും? ഇവിടെ ഏത് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ വരാം നമുക്ക്? Secondary. സെക്കൻഡറി ആൻഡ് രണ്ടും വരാം, സെക്കൻഡറി ആസ് വെൽ ആസ് ടെർഷറി വരാം. Tertiary. ഓക്കെ, സോ നമ്മൾ രണ്ട് ഫേസ് ആയിട്ട് പറഞ്ഞു, പ്രീ പതോജനസിസ് ഫേസും പതോജനസിസ് ഫേസും പറഞ്ഞു. പ്രീ പതോജനസിസ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ പതോജനസിസ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഡിസീസിന്റെ ഓൺസെറ്റ് ആയിട്ടില്ല, റിസ്ക് ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവർ നിൽക്കുന്ന എൻവയോൺമെന്റിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പക്ഷെ അവരുടെ ബോഡിയിലേക്ക് കയറിയിട്ടില്ല, സസെപ്റ്റബിൾ ആയിട്ടുള്ള ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് കയറിയിട്ടില്ല, റിസ്ക് ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിവെൻഷൻ പ്രൈമറി പ്രിവെൻഷൻ ആയിരിക്കും. പതോജനസിസ് ഫേസ് ഓഫ് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻട്രി ഓഫ് ഓർഗാനിസം, നമ്മുടെ ബോഡിയിലേക്ക് ഓർഗാനിസം എൻട്രി, സസെപ്റ്റബിൾ ആയിട്ടുള്ള ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് ഓർഗാനിസം എൻ്റർ ചെയ്യുന്നു. ഓർഗാനിസം എൻട്രി ചെയ്ത് കഴിഞ്ഞു, മൾട്ടിപ്ലൈ ആകുന്നു, മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞ് ഡിസീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫെർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. സോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആയിരിക്കും? സെക്കൻഡറി പ്രിവെൻഷൻ അല്ലെങ്കിൽ ടെർഷറി പ്രിവെൻഷൻ നമുക്ക് അവിടെ ചെയ്യാന്ന് പറഞ്ഞു. ഔട്ട്കം എങ്ങനെയൊക്കെ ആകാം? ഒന്നെങ്കിൽ റിക്കവറി ആകാം, അല്ലെങ്കിൽ ഡിസബിലിറ്റിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ പേഷ്യന്റ് സംഭവിക്കാം. ഓക്കെ, സോ ഇതായിരിക്കും രണ്ടായിട്ട് നമ്മൾ ഫേസ് ഓഫ് ദ ഡിസീസിനെ ക്ലാസിഫൈ ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, web of causation of disease, which statement is most appropriate? Mostly applicable for common diseases. Web of causation നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട്. I think that again it will come in this chapter. വിട്ടു ഒരു ടോപ്പിക്കാണ് web of causation of disease. Which statement ആണ് അത് appropriate ആയിട്ടുള്ളത്? Mostly applicable for common diseases. Require complete understanding of all factors associated with the causation of disease. Epidemiological ratio. Help to suggest way to interrupt the risk of transmission. ഏത് ആൻസർ വരുന്നത്? വെബ് ഓഫ് കോസേഷൻ ആണ്. Requires complete understanding of all factors. Actually, web of causation help to suggest a way to interrupt the risk of transmission ആയിരിക്കും ആൻസർ വരുന്നത്. Okay, web of causation of disease most appropriate നോക്കുകയാണെങ്കിൽ അത് help to suggest ways to interrupt the risk of transmission. എന്തൊക്കെയാണ് ആ കോസേഷൻ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് എന്തൊക്കെ രീതിക്ക് നമുക്ക് ആ ഡിസീസിനെ ട്രാൻസ്മിറ്റ് ആകുന്നതിനെ തടയാൻ പറ്റുന്നുള്ളതിന് നമുക്ക് അറിയാൻ പറ്റും. ട്രാൻസിഷൻ ഫ്രം increased prevalence of infectious pandemic disease to man-made disease is known as transition from increased prevalence of infectious pandemic disease to man-made disease is known as epidemiological transmission ആയിരിക്കും. ഓക്കെ, അതായത് പ്രിവാലൻസ് ഓഫ് ഇൻഫെഷ്യസ് പാൻഡമിക് ഡിസീസിൽ നിന്ന് മാൻമേഡ് ഡിസീസിലേക്കുള്ള ട്രാൻസിഷന് പറയുന്നതായിരിക്കും എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ. സോ ദ ആൻസർ ഈസ് എപ്പിഡമോളജിക്കൽ ട്രാൻസിഷൻ. ഇൻ അഡ്വാൻസ് എപ്പിഡമോളജിക്കൽ ട്രയഡ്. ഓക്കെ, നമ്മൾ
എപ്പിഡമോളജിക്കൽ ട്രയാഡ് പറഞ്ഞു അല്ലേ? ഇതിനകത്തൊരു രണ്ട് കാര്യം ഞാൻ ആഡ് ചെയ്യാം, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. എപ്പിഡമോളജിക്കൽ ട്രയാഡ് ഉണ്ട്, എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ ഉണ്ട്, അഡ്വാൻസ് എപ്പിഡമോളജിക്കൽ ട്രയാഡ് ഉണ്ട്. എപ്പിഡമോളജിക്കൽ ട്രയാഡ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എപ്പിഡമോളജിക്കൽ ട്രയാഡ്? നമ്മൾ എവിടെയാ പഠിച്ചത്? കൺസെപ്റ്റ് ഓഫ് കോസേഷനിൽ പറഞ്ഞു. ആദ്യം പറഞ്ഞു കൺസെപ്റ്റ് ഓഫ് കോസേഷൻ എന്തായിരിക്കും? സൂപ്പർ നാച്ചുറൽ ബിലീഫ്സ് ആയിരുന്നു, എന്തോ കേഴ്സ് കാരണം അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് കാരണം, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെയാണ് ജേം തിയറി വന്നത് ആഫ്റ്റർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം. സോ ബാക്ടീരിയ ആണ് ആ ഡിസീസിന്റെ കോസ് നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം വന്നിട്ടാണ് ഡിസീസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതായിരുന്നു ജേം തിയറി. എന്നാൽ ഓർഗാനിസത്തിന് എക്സ്പോഷർ ആവുന്ന എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നില്ല എന്നുള്ളതിനാണ് അടുത്ത കോഴ്സ് വന്നത്. അതാണ് ട്രയാങ്കിൾ ഓഫ് എപ്പിഡമോളജിക്കൽ ട്രയാഡ്. എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്താ പറയുന്നത്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹോസ്റ്റ്, ഏജന്റ് ആൻഡ് എൻവയൺമെന്റ്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടായിരിക്കും ഒരു ഡിസീസ് വരുന്നതിന് റീസൺ ആകുന്നതെന്ന് പറഞ്ഞു. സോ അതാണ് എപ്പിഡമോളജിക്കൽ ട്രയാഡ്. എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഏജന്റ് ഉണ്ട്, ഹോസ്റ്റ് ഉണ്ട്, എൻവയൺമെന്റ് ഉണ്ട്. സോ എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുമ്പം ഏജന്റും ഹോസ്റ്റും എൻവയൺമെന്റും ആണെങ്കിൽ എപ്പിഡമോളജിക്കൽ ട്രയാങ്കിളിൽ ടൈമിനെയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എപ്പിഡമോളജിക്കൽ ട്രയാഡിനകത്ത് ഹോസ്റ്റും ഏജന്റും എൻവയൺമെന്റും ഉള്ളപ്പം എപ്പിഡമോളജിക്കൽ ട്രയാങ്കിളിനകത്ത് വി ആർ ഇൻക്ലൂഡിങ് ടൈം ഫാക്ടർ. ടൈം ഫാക്ടറിനെ കൂടെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് മോഡേൺ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മോഡൽ ഓഫ് എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ചേഞ്ചസ് വരുത്തുന്നത് നമ്മുടെ ഈ ഏജന്റിന് പകരം പോസിറ്റീവ് ഫാക്ടർ, ദെൻ നമ്മുടെ ഹോസ്റ്റിന് പകരം ഗ്രൂപ്പ്സ് ഓർ പോപ്പുലേഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ആൻഡ് എൻവയൺമെന്റിന് പകരം എൻവയൺമെന്റ്, ബിഹേവിയർ, സൈക്കോളജിക്കൽ, കൾച്ചർ, എക്കോളജിക്കൽ എലമെന്റ്സ്, അങ്ങനെയുള്ളൊരു കുറച്ചും കൂടി ഒരു ഇൻസ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. നമ്മൾ ആ ജസ്റ്റ് ടെർമിനോളജി മാറ്റി ഏജന്റിന് പകരം പോസിറ്റീവ് ഫാക്ടർ, ഇനി ഹോസ്റ്റിന് പകരം ഗ്രൂപ്പ് ഓർ പോപ്പുലേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്, എൻവയൺമെന്റിന് പകരം എൻവയൺമെന്റ് ഉണ്ടായിരിക്കും, എക്കോളജിക്കൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും, ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ എലമെന്റ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു ഇൻസ്റ്റെഡ് ഓഫ് എൻവയൺമെന്റ്. അതിനായിരിക്കും നമ്മൾ അഡ്വാൻസ് മോഡൽ ഓഫ് എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എപ്പിഡമോളജിക്കൽ ട്രയാഡ് പറഞ്ഞു, എപ്പിഡമോളജിക്കൽ ട്രയാങ്കിൾ പറഞ്ഞു, അഡ്വാൻസ്ഡ് പറഞ്ഞു. സോ ഇൻ അഡ്വാൻസ്ഡ് എപ്പിഡമോളജിക്കൽ ട്രയാഡ് ഏജന്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വാട്ട്? Causative factor. Okay, any triangle of epidemiology stands for what? The interaction of agent, host, environment, and time. Okay, interaction of agent, host, environment, and time. Okay, interaction മാത്രമല്ല, interaction and interdependent of agent, host, environment, and time ആണ്. So the answer is C actually. Interaction ഉണ്ടായിരിക്കും and interdependence ഉണ്ടായിരിക്കും. Okay, so the triangle of epidemiology stands for interaction and interdependence of agent, host, environment, and time ആയിരിക്കും answer. Okay. Next, epidemiological triad are include all except. Simple question. Investigator. Next, the period preliminary to the onset of disease in man, when the disease agent has not entered it, but the factors favoring its interaction with the human host exist in the environment is known as, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ, pathogenesis period. Very good. Next, measures involved in sentinel surveillance include all of the following except. നേരത്തെ നമ്മൾ പറഞ്ഞു സർവൈലൻസ് എന്തായിരിക്കും? പീരിയോഡിക്കലി ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. സോ സെന്റിനൽ സർവൈലൻസ് 3 തരത്തിലുള്ള സർവൈലൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പാസീവ് സർവൈലൻസ്, ആക്റ്റീവ് സർവൈലൻസ്, സെന്റിനൽ സർവൈലൻസ്. സോ സെന്റിനൽ സർവൈലൻസ് ആയിട്ടുള്ള മെഷേഴ്സ് ഇതിനകത്ത് ഇല്ലാത്ത ഏതാണ്? ഐഡന്റിഫൈ മിക്സഡ് കേസസ് ഇൻ നോട്ടിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ഐഡന്റിഫൈ ന്യൂ കേസസ് ഓഫ് ഇൻഫെക്ഷൻ, ഐഡന്റിഫൈങ് ഓൾഡ് ആൻഡ് ന്യൂ കേസസ്, ഐഡന്റിഫൈങ് കേസസ് ഫ്രീ ഓഫ് ഡിസബിലിറ്റി. ഏതാണ്? Cases free of disability. കേട്ടില്ല. Identifying cases free of കറക്റ്റ്. എന്ത് നമ്മൾ സർവൈലൻസ് യൂസ് ചെയ്യുന്ന എന്തിനായിരിക്കും? സർവൈലൻസ് എന്ന് വെച്ചാൽ ഒരു ഓൺ ഗോയിങ് സിസ്റ്റമാറ്റിക് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ ആയിരിക്കും.
ഇത് പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, സെന്റിനൽ ഉണ്ട്. പാസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്. ആക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആക്റ്റീവ്ലി പോയി ആശാ വർക്കേഴ്സിനെ പോലുള്ള ഹെൽത്ത് വർക്കേഴ്സ് പോയി കളക്ട് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും ആക്റ്റീവ് സർവൈലൻസ് എന്ന് പറഞ്ഞാല്. സെന്റിനൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ രണ്ടിലും മിസ്സായിട്ടുള്ള ഡേറ്റ അറിയാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഒരു പീരിയോഡിക് ആയിട്ടൊരു സ്റ്റഡി നടത്തുന്നതായിരിക്കും സെന്റിനൽ സർവൈലൻസ് എന്ന് പറഞ്ഞാല്. സോ എന്തിനാ സെന്റിനൽ ചെയ്യുന്നത്? മിസ്സിംഗ് കേസസിനെ അറിയാൻ വേണ്ടി. സോ മിസ്സിംഗ് കേസസ് ഇൻക്ലൂഡഡ് ആണ്. ഐഡന്റിഫൈ ന്യൂ കേസസ് അറിയാം, അതും നമുക്ക് സെന്റിനലിനകത്ത് പറയാൻ പറ്റും. ഐഡന്റിഫൈ ന്യൂ ആൻഡ് ഓൾഡും സെന്റിനലിനകത്ത് നമുക്ക് പറയാൻ പറ്റും. കേസസ് ഫ്രീ ഓഫ് ഡിസബിലിറ്റി നമ്മൾ സെന്റിനൽ സർവൈലൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ദ ആൻസർ ഈസ് ഡി. Then consider the following statements. The term disease control describe ongoing operation aimed at reducing the disease. നമ്മൾ ഡിസീസ് കൺട്രോൾ, ഡിസീസ് എലിമിനേഷൻ, ഡിസീസ് ഇറാഡിക്കേഷനെ പറ്റി പറഞ്ഞു. സോ ഈ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിനകത്ത് ദ ടേം ഡിസീസ് കൺട്രോൾ എന്തിനൊക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ ഡിസീസ് കൺട്രോൾ പഠിച്ചപ്പോൾ പറഞ്ഞു, അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരിക്കും ഓപ്ഷൻസ്? ഇൻസിഡൻസ് ഓഫ് ഡിസീസ്, functional burden of the community, effect of infection including both the physical and psychological complication, duration of disease and its transmission. എന്താണ് ആൻസർ വരുന്നത്? 1, 3, 4 are correct. 1, 3, 4 are correct. വേറെ ആരെങ്കിലും ആൻസർ പറയണ്ടോ? Sorry, 1, 2, 4. നമ്മൾ ഡിസീസ് കൺട്രോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഡിസീസിന്റെ കൺസെപ്റ്റ് ഓഫ് ഡിസീസ് കൺട്രോളിനകത്ത് ഡിസീസ് കൺട്രോൾ ഉണ്ട്, ഡിസീസ് എലിമിനേഷൻ ഉണ്ട്, ഡിസീസ് ഇറാഡിക്കേഷൻ ഉണ്ട്. ഡിസീസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? reducing the transmission of disease agent to such a low level that it ceases to a public health problem. അതാണ് ഡിസീസ് കൺട്രോൾ. അതായത് ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ് ഏജന്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്, അതൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം അല്ലാതാകുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ അതിന്റെ ട്രാൻസ്മിഷനെ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ഡിസീസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഇൻസിഡന്റ് ഓഫ് ദ ഡിസീസിനെ റെഡ്യൂസ് ചെയ്യുക. ഒന്ന്, രണ്ട്, ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസിനെ റെഡ്യൂസ് ചെയ്യുക, എഫക്ട് ഓഫ് ദ ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യുക, ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ദ കമ്മ്യൂണിറ്റി കുറയ്ക്കുക. ഇത് മൂന്നുമാണ് നമ്മളുടെ എയിം. എന്തൊക്കെയായിരിക്കും? ഇൻസിഡൻസ് ഓഫ് ദ ഡിസീസ് റെഡ്യൂസ് ചെയ്യുന്നു, ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് റെഡ്യൂസ് ചെയ്യുന്നു, എഫക്ട് ഓഫ് ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ദ കമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒന്നുകൂടെ പറഞ്ഞോ. 1, 2, 3 and 4 are correct. അപ്പൊ ഓപ്ഷൻ ഡി 1, 2, 3 and 4 ആ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഡിസീസ് കൺട്രോളിന്റെ കാര്യം പറഞ്ഞു. ഡിസീസ് കൺട്രോൾ എന്തായിരിക്കും? നമ്മൾ എന്തിനാണ് എയിം ചെയ്യുന്നത്? റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ് ഏജന്റ് ടു സച്ച് എ ലോ ലെവൽ. അത്ര ഒരു ലോ ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ് ഏജന്റിനെ കുറയ്ക്കുകയാണ്. എത്ര ലോയിലേക്ക്? അതായത് അതൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആകുന്നത് തന്നെ സീസ് ചെയ്യാണ്. ഓക്കെ, സോ അതിനാണ് ഡിസീസ് കൺട്രോൾ എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ഏജന്റ് ടു സച്ച് എ ലോ ലെവൽ ദാറ്റ് ഇറ്റ് സീസസ് ടു ബി എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് എയിം ചെയ്യുന്നത്? റെഡ്യൂസ് ദ ഇൻസിഡന്റ് ഓഫ് ദ ഡിസീസ്, reduce the duration of the disease, reduce the effect of infection, reduce the financial burden to the community. In disease elimination എന്തായിരിക്കും? complete interruption of the transmission of disease. Transmission of disease നെ completely നമ്മൾ interrupt ചെയ്തു. ഒരു in a geographical specify ചെയ്യുന്നുണ്ട്. ഇറാഡിക്കേഷൻ ആണെങ്കിൽ ഗ്ലോബലി ആയിരിക്കും, എലിമിനേഷൻ ആണെങ്കിൽ in a geographical ഏരിയയിൽ നമ്മൾ അതിന്റെ ട്രാൻസ്മിഷനെ കംപ്ലീറ്റ്ലി ഇന്ററപ്റ്റ് ചെയ്തു. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ അതിനെ ഇന്ററപ്റ്റ് ചെയ്തു ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ. പക്ഷെ കോസേറ്റീവ് ഏജന്റ് ഇപ്പോഴും അവിടെ പെർസിസ്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതായിരിക്കും ഡിസീസ് എലിമിനേഷൻ. ഇനി ഡിസീസ് ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആദ്യം തന്നെ ഡിഫറൻസ് പറഞ്ഞു, ഗ്ലോബലി ആയിരിക്കും, വേൾഡ് വൈഡ് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസീസിനെയും ഓർഗാനിസത്തിനെയും നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ ഡിസീസ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലി ഇതുവരെയും ഒരേ ഒരു ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഏതാണത്? Smallpox. നമ്മൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വേഗം പറഞ്ഞു പോകാം. ഓൾ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആർ ട്രൂ എക്സെപ്റ്റ്. ഇറാഡിക്കേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഏതായിരിക്കും ട്രൂ അല്ലാത്തത്? There is a complete interruption of disease transmission in the entire area of the community. Eradication program is over once the disease has been certified has been eradicated. Case finding is of secondary importance. Objective is to eliminate the disease to the extent that no new case occurs in the future. Eradication പറ്റിയിട്ട് ഇതിനകത്ത് ശരിയല്ലാത്തത് എന്താണ്?
ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? There is a complete interruption of the disease transmission in the entire community. Correct അല്ലേ? ഓപ്ഷൻ എ കറക്റ്റ് അല്ല, ട്രൂ ആണ്. റൈറ്റ്, ഓപ്ഷൻ എ ഇസ് ട്രൂ. ഓപ്ഷൻ ബി എന്താണ്? ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഈസ് ഓവർ വൺസ് ദ ഡിസീസ് ഹാസ് ബീൻ സർട്ടിഫൈഡ് ആസ് ബീങ് ഇറാഡിക്കേറ്റ്. എഗെയിൻ അതും കറക്റ്റ്, ട്രൂ ആണ്. ഓപ്ഷൻ ബി, ദ ഒബ്ജക്റ്റീവ് ഈസ് ടു എലിമിനേറ്റ് ദ ഡിസീസ് ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് നോ ന്യൂ കേസ് ഒക്കേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. എഗെയിൻ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. സോ കറക്റ്റ് അല്ലാത്ത എന്താണ്? കേസ് ഫൈൻഡിങ് ഈസ് ഓഫ് സെക്കൻഡറി ഇമ്പോർട്ടൻസ് ആണോ? അല്ല, കേസ് ഫൈൻഡിങ് ഈസ് ഓഫ് പ്രൈമറി ഇമ്പോർട്ടൻസ് തന്നെ ആയിരിക്കും in case of eradication program. So option B, C ആയിരിക്കും wrong. Okay. So all of the following statement about eradication programs are true except case finding is of secondary importance. Case finding is of primary importance ആയിരിക്കും in eradication programs. Okay, so eradication program ന്റെ disease eradication നോക്കുകയാണെങ്കിൽ in eradication there is a complete interruption of disease transmission in the entire area of the community. Eradication program is over once the disease has been certified, has been eradicated. Case finding is of primary importance and objective of eradication is to eliminate the disease to the extent that no new case occurs in the future. So ഇത് ഇത്ര ആയിരിക്കും ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ്സ്. അതിനകത്ത് ഒരൊറ്റ തെറ്റ് മാത്രമേ ഉള്ളൂ. കേസ് ഫൈൻഡിങ് ഈസ് ഓഫ് സെക്കൻഡറി ഇമ്പോർട്ടൻസ് അല്ല, കേസ് ഫൈൻഡിങ് ഈസ് ഓഫ് പ്രൈമറി ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഓക്കെ, then 48, continuous scrutiny of factors that determine the occurrence and distribution of disease. എന്താണ് അത്? കണ്ടിന്യൂസ് സ്ക്രൂട്ടനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം എന്തായിരിക്കും അത്? കേട്ടില്ല, സോറി. Surveillance. Question 48, സർവൈലൻസ്. കറക്റ്റ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ക്രൂട്ടനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ഉത്തരം പറയാൻ പറ്റും. എന്തായിരിക്കും? സർവൈലൻസ് ആയിരിക്കും. സോ കണ്ടിന്യൂസ് സ്ക്രൂട്ടനി ഓഫ് ഫാക്ടേഴ്സ് that determine the occurrence and disturbance of disease and other condition of ill health is the definition of what? Surveillance ആയിരിക്കും. മോണിറ്ററിംഗ് ആണെങ്കിൽ എന്തായിരുന്നു? പെർഫോമൻസ് ആൻഡ് അനാലിസിസ് ഓഫ് എ റൊട്ടീൻ മെഷർമെന്റ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? എയിംഡ് അറ്റ് ഡിറ്റക്ടിങ് ചേഞ്ചസ് ഇൻ ദ എൻവയൺമെന്റ്. അതൊരു പെർഫോമൻസ് ആൻഡ് അനാലിസിസ് ഓഫ് റൊട്ടീൻ മെഷർമെന്റ്സ് ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എയിംഡ് അറ്റ് ഡിറ്റക്ടിങ് ചേഞ്ചസ് ഇൻ ദ എൻവയൺമെന്റ് or health status of the population. അതൊരു വൺ ടൈം ലീനിയർ ആക്ടിവിറ്റി ആയിരിക്കും. ആ സമയത്ത് സർവൈലൻസ് എന്തായിരിക്കും? ഒരു കണ്ടിന്യൂസ് സ്ക്രൂട്ടനി ആയിരിക്കും, ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിരിക്കും. ഡിസീസ് ഇൻ ദ ഇൻസിഡൻസ് ഓഫ് എ ഡിസീസ് ടു എ ലെവൽ വേർ ഇറ്റ് സീസ് ടു എ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം. അതിന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. Disease in the incidence of a disease to a level, decrease in the incidence of a disease to a level where it ceased to be a public health program is called as disease control ആണോ? ഡിസീസ് ഇറാഡിക്കേഷൻ ആണോ? ഡിസീസ് എലിമിനേഷൻ? ഡിസീസ് കൺട്രോൾ ആയിരിക്കും അല്ലെ. നെക്സ്റ്റ്, ഡിസീസ് എലിമിനേഷൻ ഫ്രം ഇന്ത്യ ആർ. ഏതൊക്കെ ഡിസീസ് ആണ് ഇന്ത്യയിൽ നിന്നും എലിമിനേറ്റ് ആയിട്ടുള്ളത്? സ്മോൾ പോക്സ്, ഗുനിയാവം ഡിസീസ്, യോസ്, ലെപ്രസി, നിയോനറ്റൽ ടെറ്റനസ്, മീസിൽസ്, പോളിയോ. ഇന്ത്യയിൽ നിന്നും എലിമിനേറ്റ് ആയിട്ടുള്ള ഡിസീസ് ഏതൊക്കെയാണ്? Till date 4 ഡിസീസസ് ആണ് എലിമിനേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഗുനിയാവം ഓർ ഡ്രാഗൺ ഫിലിയാസിസ്, ലെപ്രസി, യോസ്, മെറ്റേണൽ ആൻഡ് നിയോനേറ്റൽ ടെറ്റനസ്. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ നിന്നും 4 ഡിസീസ് ആണ് ഇതുവരെയ്ക്കും എലിമിനേറ്റ് ആയിട്ടുള്ളത്. ഗുനിയാവം അല്ലെങ്കിൽ ഡ്രാഗൺ കുലിയാസിസ്, ലെപ്രസി, യോസ്, മെറ്റേണൽ ആൻഡ് നിയോനേറ്റൽ ടെറ്റനസ്. അപ്പൊ നമുക്ക് പറയാം ഏതൊക്കെ ആൻസർ? B and C. ഗുനിയാവം, യോസ് ആൻഡ് ലെപ്രസി ആൻഡ് നിയോനേറ്റൽ ടെറ്റനസ്. ഇനി ഇറാഡിക്കേറ്റ് ചെയ്ത ഡിസീസ് ആണ് സ്മോൾ പോക്സ്. സോ നമുക്ക് സ്മോൾ പോക്സിനെയും പറയാം അല്ലെ. എലിമിനേറ്റും കഴിഞ്ഞിട്ടുള്ള ഇറാഡിക്കേഷൻ വരുന്നത്. So we can include smallpox also in the list. Next is candidates for global eradication by WHO. നമ്മൾ പറഞ്ഞു ഒറ്റ ഡിസീസിനെ മാത്രമേ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ഏതാണത്? സ്മോൾ പോക്സ്. ബട്ട് നമ്മൾ ഇനി വേൾഡ് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ ഒരെണ്ണം ഉണ്ടെങ്കിലും ഇനി 3 ടാർഗറ്റ് ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒരു ടാർഗറ്റ് പോളിയോ, മീസിൽസ്, മലേറിയ അല്ല, 3 ഡിസീസിനെയാണ് ഇനി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ഗ്ലോബലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റിൽ വെച്ചിട്ടുള്ള 3 ഡിസീസ് ആണ്
നോക്കുക, എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് മാത്രമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കും. ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിരിക്കും, ഗ്ലോബലി ആയിരിക്കും. സോ ഇതുവരെയ്ക്കും ഗ്ലോബലി ഒരേ ഒരു ഡിസീസ് ഇറാഡിക്കേറ്റ് ആയിട്ടുള്ളൂ, അതാണ് സ്മോൾ പോക്സ്. 3 ഡിസീസിനെ ടാർഗറ്റിൽ വെച്ചിട്ടുണ്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ. ഏതൊക്കെയാണത്? പോളിയോ, മീസിൽസ്, ഗുനിയാവോ. പോളിയോ, മീസിൽസ് ആൻഡ് ഗുനിയാവോ. ഓക്കെ. ഇനി ഡിസീസ് ഇറാഡിക്കേറ്റഡ് ഫ്രം ദ വേൾഡ്. ഏത് ഡിസീസ് ഇറാഡിക്കേറ്റ് ആയി കഴിഞ്ഞത്? Smallpox. Smallpox. Okay. Causative agent is present, but there is no transmission is known as. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. കോസേറ്റീവ് ഏജന്റ് ഉണ്ട്, പക്ഷെ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. ട്രാൻസ്മിഷൻ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ കംപ്ലീറ്റ്ലി. അത് നമ്മൾ എന്താ പറയുന്നത്? ഡിസീസ് കൺട്രോൾ ആണോ, ഡിസീസ് Elimination. ഡിസീസ് എലിമിനേഷൻ ആയിരിക്കും ആൻസർ. ഇനി ഡിസീസ് എലിമിനേഷൻ ഈസ് ഹെൽപ്ഡ് ബൈ ഹേർഡ് ഇമ്മ്യൂണിറ്റി. അഗെയിൻ വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അതെന്താന്നുള്ള കാര്യം അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. ഡിസീസ് എലിമിനേഷൻ ഈസ് ഹെൽപ്ഡ് ബൈ ഹേർഡ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. ഓക്കെ. അനാലിസിസ് ഓഫ് റൊട്ടീൻ മെഷർമെന്റ് ഈസ് എയിംഡ് അറ്റ് ഡിറ്റക്ടിങ് ചേഞ്ചസ് ഇൻ ദ എൻവയറമെന്റ്. ഏത് ആൻസർ? ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അനാലിസിസ് ഓഫ് റൊട്ടീൻ മെഷർ എയിംഡ് അറ്റ് ഡിറ്റക്ടിങ് ചേഞ്ചസ് ഇൻ ദ എൻവയറമെന്റ് ഈസ് Monitoring. monitoring. Correct. All of the following are eradicable disease except. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗ്ലോബലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള 3 ഡിസീസിന്റെ കാര്യം പറഞ്ഞു. അതല്ലാത്ത ഏതിനകത്തുള്ള? TB, tuberculosis. Sentinel surveillance is for border districts, malaria surveillance, effective sanitary surveillance, supplementary to routine notification. ഏതാണ്? Supplementary to. Correct. Supplementary to routine notification. ആക്റ്റീവും പാസീവും റൊട്ടീൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനൊരു സപ്ലിമെന്ററി ആയിട്ടാണ് നമ്മൾ സെന്റിനൽ സർവൈലൻസ് ചെയ്യുന്നത്. സോ സെന്റിനൽ സർവൈലൻസ് ഈസ് ഫോർ സപ്ലിമെന്ററി ടു റൊട്ടീൻ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. സർവൈലൻസ് ആക്ച്വൽ ടാർഗറ്റ് ആരെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് സർവൈലൻസിന്റെ ആക്ച്വൽ ടാർഗറ്റ്? ഹെൽത്ത് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് സർവൈലൻസ് ചെയ്യുന്നത്, അല്ലെ? സോ ദ ആൻസർ ഈസ് ഹെൽത്ത് പ്ലാനിങ് ആയിരിക്കും. ഡിസീസ് എലിമിനേഷൻ റെഫേഴ്സ് ടു. ഡിസീസ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ. Termination of all disease. Regional Regional removal of disease agent. റീജിയണൽ റിമൂവൽ ഓഫ് ഡിസീസ് ഏജന്റ് ആയിരിക്കും ഡിസീസ് എലിമിനേഷൻ. ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് മാത്രമായിരിക്കും ഡിസീസ് എലിമിനേഷൻ വരുന്നത്. ഗ്ലോബൽ റിമൂവൽ ഓഫ് ഡിസീസ് ആണെങ്കിൽ അത് ഇറാഡിക്കേഷൻ ആയിരിക്കും. ഡിസീസ് എലിമിനേഷൻ റെഫേഴ്സ് ടു ദ റീജിയണൽ റിമൂവൽ ഓഫ് ഡിസീസ് ഏജന്റ് ആയിരിക്കും. ഇൻ ഇന്ത്യ വിച്ച് ഡിസീസ് ഈസ് നിയർ ടു എലിമിനേഷൻ? ഇന്ത്യയിൽ ഇതിനകത്ത് ഏത് ഡിസീസ് ആണ് നിയർ ടു എലിമിനേഷൻ ഉള്ളത്? പോളിയോ. കറക്റ്റ്. സോ ഇൻ ഇന്ത്യ വിച്ച് ഡിസീസ് ഈസ് near to elimination is polio ആയിരിക്കും. ആൻഡ് പ്രിവെൻഷൻ. നമ്മൾ ജസ്റ്റ് ഞാൻ പ്രിവെൻഷനെ പറ്റി പറഞ്ഞു പോയെങ്കിൽ നമുക്ക് വേഗം ആൻസർ പറഞ്ഞു പോകാം. പ്രിവെൻഷൻ പ്രൈമറി ഉണ്ട്, പ്രൈമോഡിയൽ പ്രിവെൻഷൻ. 4 ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ഉണ്ടായിരിക്കും. പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെറിഷറി പ്രിവെൻഷൻ. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല് റിസ്ക് ഫാക്ടേഴ്സ് വരുന്നതിന് മുന്നേ, അതായത് ആ ഏതാണോ കോസേറ്റീവ് ഏജന്റ് നമ്മുടെ കൺട്രിയിൽ എത്തുന്നതിന് മുന്നേ, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഡെവലപ്പ് ആകുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന മെഷേഴ്സിനെയാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അവിടെ എന്തിനാ പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്നത്? ആ റിസ്ക് ഫാക്ടേഴ്സ് വരുന്നതിന് തന്നെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുവാണ്. സോ അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഇനി പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിസ്ക് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞു, പോസിറ്റീവ് ഏജന്റ് എത്തിക്കഴിഞ്ഞു, ആ ഡിസീസ് ഡെവലപ്പ് ആകാണ്ട് നോക്കുന്നതിനായിരിക്കും നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസീസ് തുടങ്ങി ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ഇന്റർവെൻ ചെയ്യുകയാണ്, സോ ദാറ്റ് ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകത്തില്ല. അതിനാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞത്. ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസീസ് കുറച്ചും കൂടെ ഫർദർ പ്രോഗ്രഷൻ ആയി കഴിഞ്ഞു, എന്നാൽ അതൊരു ഡിസബിലിറ്റിയിലേക്കോ അങ്ങനെ ഹാൻഡിക്യാപ്പിലേക്കോ ഒക്കെ പോകുന്നതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ടെറിഷറി പ്രിവെൻഷൻ ആയിരിക്കും പറയുന്നത്. മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ പറഞ്ഞു. 5 മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ഉണ്ട്. ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസീസ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാം.
അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാം ഓരോ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഹാസാർഡ്സിന് എഗെയിൻസ്റ്റ്, ഒക്യുപ്പേഷണൽ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസീസിന്റെ കോസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഡിസബിലിറ്റി വരാണ്ട്, അല്ലെങ്കിൽ ഡിസബിലിറ്റി വന്ന ഒരു ആക്സിഡന്റ് ആയി ഇമ്പയർമെന്റ് സംഭവിച്ചെങ്കിൽ അത് ഡിസബിലിറ്റിയിലേക്ക് പോകാണ്ട് നമുക്ക് ഡിസബിലിറ്റി ലിമിറ്റേഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഡിസബിലിറ്റി ആയി കഴിഞ്ഞെങ്കിൽ, ഹാൻഡിക്യാപ്ഡ് ആയി കഴിഞ്ഞെങ്കിലും അവർക്ക് ഉള്ളത് വെച്ചിട്ട് നല്ല രീതിക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കാം. സോ ഇത് 5 മോഡ് ഓഫ് ഇന്റർവെൻഷൻ ഉണ്ടായിരിക്കും, 4 ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ഉണ്ടായിരിക്കും. നമുക്കിനി ഒരു കുറെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വേഗം വേഗം നമുക്ക് ആൻസർ ചെയ്ത് പോവാം. ഓൾ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ മോഡ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ എക്സെപ്റ്റ്. അതായത് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അല്ലാത്ത ഏതാണ്? കീമോ പ്രൊഫൈലാസിസ് ഫോർ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണോ അല്ലയോ? ആണ്. സ്പെസിഫിക് ആയിട്ടല്ലേ പറയുന്നത്. മെനിഞ്ചോകോക്കൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കീമോ പ്രൊഫൈലാസിസ് കൊടുക്കുന്നു, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണോ അല്ലയോ? അല്ല. അല്ല. സോ ദ ആൻസർ ഈസ് വാട്ട്? ബി ആയിരിക്കും. പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ നമ്മൾ ഒരു ഒറ്റ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല, അതൊരു ജനറൽ ആണ്. മൾട്ടിപ്പിൾ ഡിസീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. യൂസേജ് ഓഫ് കോണ്ടം ആണെങ്കിൽ എന്തായിരിക്കും? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാണ്. അയഡനൈസേഷൻ ഓഫ് സാൾട്ട് എന്താണ്? അയൺ ഡെഫിഷ്യൻസി ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാണ്. സോ ഇതിനകത്ത് ഒരു സ്പെസിഫിക് അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതായിരിക്കും? ആൻസർ ബി ആയിരിക്കും. സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. സോ സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ അത് ഹെൽത്ത്, ഞാൻ പറഞ്ഞു എല്ലാ ടൈപ്പ് ഓഫ് സ്ക്രീനിങ് ടെസ്റ്റും എവിടെ വരും? സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷനിലാണ് വരുന്നത്. സ്ക്രീനിങ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമ്മൾ ഡിസീസിനെ ഏറ്റവും വേഗം ഐഡന്റിഫൈ ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റസ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്രീനിങ് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു ഡയഗ്നോസ് ദ കേസ്. സോ സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷനിലായിരിക്കും സ്ക്രീനിങ് എല്ലാം വരുന്നത്. സോ ഹെൽത്ത് സ്ക്രീനിങ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. കേസ് ഫൈൻഡിങ് ഓഫ് ഫാൽസിഫോറം മലേറിയ സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. കോൺട്രാക്ട് ട്രേസിംഗ് ഫോർ STI അതും സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. റീകൺസ്ട്രക്റ്റീവ് സർജറി ലെപ്രസി സെക്കൻഡറി പ്രിവെൻഷൻ ആണോ? അല്ല. എന്ത് ലെവൽ ഓഫ് പ്രിവെൻഷനാ? ടെറിഷറി. അതായത് റീകൺസ്ട്രക്റ്റീവ് സർജറിന്റെ ലെപ്രസി അതായത് ആ കോംപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് എ ടെറിഷറി പ്രിവെൻഷൻ ആയിരിക്കും. സോ ദ ആൻസർ ഇസ് ഡി. സോ നമ്മൾ ഇങ്ങനെ റൂൾ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് ഹെൽത്ത് സ്ക്രീനിങ്, എല്ലാ സ്ക്രീനിങ് ടെസ്റ്റും സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ സ്ക്രീനിങ് ഫോർ ഡയബറ്റിസ് മെലിറ്റസ് ഫാൽസിഫോറത്തിന്റെ കേസ് ഫൈൻഡ് ചെയ്യുന്നു ഏർലി ആയിട്ട്. കോൺട്രാക്ട് ട്രേസിംഗ് ഫോർ STI, അതായത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് ട്രേസ് ചെയ്യുന്ന എന്തിനായിരിക്കും? അവർക്ക് ഡിസീസ് വന്നിട്ടുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഗെയിൻ അത് സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. റീകൺസ്ട്രക്റ്റീവ് സർജറി ടെറിഷറി പ്രിവെൻഷനിൽ വരുന്നതാണ്. റീകൺസ്ട്രക്റ്റീവ് സർജറി ഒക്കെ കോംപ്ലിക്കേഷൻസ് വന്നതിന് ശേഷം ചെയ്യുന്നത് നമ്മൾ. സോ ഇറ്റ് ഈസ് എ ടെറിഷറി ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആയിരിക്കും. സോ അതായിരിക്കും ആൻസറിനകത്ത്. പിന്നെ പോപ്പുലേഷൻ ടു പ്രിവെന്റ് കൊറോണറി ആർട്ടറി ഡിസീസ് ചേഞ്ചിങ് ഹാർംഫുൾ ലൈഫ് സ്റ്റൈൽ ബൈ എഡ്യൂക്കേഷൻ ഈസ് റെഫേർഡ് ആസ് എന്തായിരിക്കും ആൻസർ? പ്രൈമറി പ്രിവെൻഷൻ. അതായത് അവരുടെ ഹാർംഫുൾ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ഈ ഒരു പോപ്പുലേഷനിൽ കൊറോണറി ആർട്ടറി ഡിസീസ് വന്നിട്ടില്ല. സോ ഇറ്റ് വിൽ ബി പ്രൈമറി. ഇനി നമ്മൾ അവർക്ക് എന്താ പറയുന്നത്? റിസ്ക് ഫാക്ടേഴ്സിന് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യാണ്. സോ ഇറ്റ് വിൽ കംസ് അണ്ടർ പ്രൈമറി പ്രിവെൻഷൻ. എന്തോ in an area with fluoride rich water, the defluoridation of water is which level of prevention? വേഗം ആൻസർ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ പ്രൈമറി പ്രിവെൻഷൻ ആണ് അല്ലെ. കാര്യം ഫ്ലൂറൈഡ് റിച്ച് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ റിസ്ക് ഫാക്ടർ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഡിസീസ് വന്നിട്ടില്ല. സോ ഡീഫ്ലൂറിഡേഷൻ ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് disability limitation in poliomyelitis? poliomyelitisനകത്ത് ഡിസബിലിറ്റി ലിമിറ്റേഷൻ ഏതായിരിക്കും? റെഡ്യൂസിങ് occurrence ഓഫ് പോളിയോ ബൈ ഇമ്മ്യൂണൈസേഷൻ ആയിരിക്കും. സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അല്ലേ, നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നു. So it will comes under specific protection. Arranging for school for child suffering from PRPP അത് ടെറിഷറിയിൽ വരും. Resting affected limb in neutral position, providing calipers for walking rehabilitation വരും. So the answer will be resting affected limbs in neutral position ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റിംഗ് ലിംസ് ഇൻ ന്യൂട്രൽ പൊസിഷൻ വന്നിട്ട് it helps to prevent the overstretching of paralyzed muscles.
പാരലൈസ്ഡ് ആ കണ്ടീഷൻ ഉണ്ടായ സമയത്ത് പാരലൈസ്ഡ് മസിൽസിന് ഓവർ സ്ട്രെച്ചിങ് പ്രിവെന്റ് ചെയ്യുന്ന വഴി ഫെർദർ ഡിസബിലിറ്റിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഡിസബിലിറ്റി ലിമിറ്റേഷനകത്ത് ഇതിനകത്ത് വരുന്ന ആൻസർ റെസ്റ്റിംഗ് അഫക്റ്റഡ് ലിംസ് ഇൻ ന്യൂട്രൽ പൊസിഷൻ ആയിരിക്കും. റെഡ്യൂസിംഗ് ഒക്കറൻസ് ഓഫ് പോളിയോ ബൈ ഇമ്മ്യൂണൈസേഷൻ പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ആയിരിക്കും. മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ നോക്കുവാണെങ്കിൽ അത് സ്പെസിഫിക് പ്രൊട്ടക്ഷനകത്ത് വരും. അറേഞ്ചിങ് ഫോർ സ്കൂളിംഗ് ഓഫ് ചിൽഡ്രൻ സഫറിംഗ് ഫ്രം PRPP ആണെങ്കിൽ അത് ടെറിഷറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ആയിരിക്കും. ഇറ്റ് വിൽ കംസ് അണ്ടർ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ആയിരിക്കും. പ്രൊവൈഡിംഗ് കാലിപ്പേഴ്സ് ഫോർ വാക്കിംഗ് ആണെങ്കിലും അതും ടെറിഷറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ആയിരിക്കും. മെഡിക്കൽ റീഹാബിലിറ്റേഷനകത്തായിരിക്കും അത് മോഡ്സ് ഓഫ് ഇന്റർവെൻഷനിൽ വരുന്നത്. സോ ഡിസബിലിറ്റി ലിമിറ്റേഷനകത്ത് വരുന്നത് എന്തായിരിക്കും? റെസ്റ്റിംഗ് അഫക്റ്റഡ് ലിംസ് ഇൻ ന്യൂട്രൽ പൊസിഷൻ ആയിരിക്കും ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ? ഇത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഏതാണ്? ആക്ഷൻ ടേക്കൺ പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ് എന്താണ്? ആക്ഷൻ ടേക്കൺ പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ് എന്താണ്? Primary. പ്രൈമറി. പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? ഇതിനകത്ത് ആൻസർ എന്തായിരിക്കും? പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആയിരിക്കും പ്രൈമോഡിയൽ പ്രിവെൻഷൻ. സോ ദ ആൻസർ ഈസ് ബി. ഇനി ആക്ഷൻ ടേക്കൺ ടു റിമൂവ് ദ പോസിബിലിറ്റി ദാറ്റ് എ ഡിസീസ് വിൽ എവർ ഒക്കർ എന്താണ്? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? പ്രൈമറി തന്നെ ആയിരിക്കും. ആൻഡ് ആക്ഷൻസ് വിച്ച് ഹോൾഡ്സ് ദ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ് എന്തായിരിക്കും? സെക്കൻഡറി. ഇതിനകത്ത് പ്രൈമോഡിയൽ ഏതായിരിക്കും? പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓഫ് എ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആയിരിക്കും പ്രൈമോഡിയൽ. നെക്സ്റ്റ്, ഡിസബിലിറ്റി ലിമിറ്റേഷൻ ഇസ് എ മോഡ് ഓഫ് ഇന്റർവെൻഷൻ ഫോർ പ്രൈമറി ആണോ, പ്രൈമോഡിയൽ ആണോ, സെക്കൻഡറി ആണോ, ടെറിഷറി ആണോ? സെക്കൻഡറി ടെറിഷറി. ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഇമ്പയർമെന്റ്, ഡിസീസ് വന്നു, ഇമ്പയർമെന്റ് വന്നു കഴിഞ്ഞിട്ടാണ് ഡിസബിലിറ്റി വരുന്നത്. നമ്മൾ പറഞ്ഞൊരു സീക്വൻസ് ഓർമ്മയുണ്ടോ? ഡിസീസ്, ഇമ്പയർമെന്റ്, ഒരു സീക്വൻസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്സിഡന്റ് ആകുന്നത് ഡിസീസ്, കാല് പോകുന്നത് ഇമ്പയർമെന്റ്, കാല് പോയ കാരണം നടക്കാൻ പറ്റാത്തതാണ് ഡിസബിലിറ്റി, ഡിസബിലിറ്റി കാരണം അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഡേ ടു ഡേ ആക്ട് ചെയ്യാൻ ഹാൻഡിക്യാപ്ഡ്. ഡിസീസ് വന്നു, ഇമ്പയർമെന്റ് വന്നു കഴിഞ്ഞിട്ടാണ് ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ഡിസീസ് വന്ന് ഫെർദർ കോംപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞു. സോ ഡിസബിലിറ്റി ലിമിറ്റേഷൻ വിൽ ബി ഇൻ ടെറിഷറി പ്രിവെൻഷൻ ആയിരിക്കും. മനസ്സിലായോ? ഡിസീസ് വന്നു കഴിഞ്ഞ് ഉടനെ ചെയ്യുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ഡിസീസ് വന്നു, അത് കാരണമുള്ള ഇമ്പയർമെന്റ് വന്നു കഴിഞ്ഞ് ചെയ്യുന്നത് നമ്മൾ ടെറിഷറി പ്രിവെൻഷൻ ആയിരിക്കും. സോ ഡിസബിലിറ്റി ലിമിറ്റേഷൻ കംസ് അണ്ടർ ടെറിഷറി പ്രിവെൻഷൻ, which is a സീക്വൻസ് കറക്റ്റ്? ബി. ഡിസീസ്, ഇമ്പയർമെന്റ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്ഡ്. നമ്മുടെ പാർക്കാൻ പാക്കിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ആണിത്. ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് ആകുന്നു, ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റിൽ കാല് പോകുന്നു, ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ കാല് പോകുന്ന കാരണം നടക്കാൻ പറ്റുന്നില്ല, അതിനാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. നടക്കാൻ പറ്റാത്ത കാരണം അയാൾക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസും ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, അതാണ് ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. പാപ്സ്മിയർ ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് കാർസിനോമ സെർവിക്സ് ഈസ് വിച്ച് ലെവൽ? സെക്കൻഡറി. വെരി ഗുഡ്. എല്ലാ സ്ക്രീനിങ് ടെസ്റ്റും സെക്കൻഡറി ആയിരിക്കും. കണ്ണടച്ചായിരിക്കും. A person who has lost his foot in an accident and is not able to walk is an example of disability. ആക്സിഡന്റ് ആവുന്നത് ഡിസീസ്, കാല് പോകുന്നത് ഇമ്പയർമെന്റ്, നടക്കാൻ പറ്റുന്നില്ല ഡിസബിലിറ്റി, നടക്കാൻ പറ്റാതെ കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നില്ല, ഹാൻഡിക്യാപ്ഡ് അല്ലേ? സോ നടക്കാൻ പറ്റുന്നില്ല, ആക്സിഡന്റ് കാരണം നോട്ട് ഏബിൾ ടു വാക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസബിലിറ്റി. പ്രൈമറി പ്രിവെൻഷൻ ഓഫ് ഒബീസിറ്റി എന്തായിരിക്കും ഇതിനകത്ത്? പ്രൈമറി പ്രിവെൻഷൻ ഓഫ് ഒബീസിറ്റി ലോ ഫൈബർ ഡയറ്റ്, ഹൈ ഫൈബർ ഡയറ്റ്, ഹൈ കലോറി ഡയറ്റ്, ഹൈ കൊളസ്ട്രോൾ ഡയറ്റ്, ഹൈ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ. ഏതാണ് പ്രൈമറി പ്രിവെൻഷൻ? ഹൈ ഫൈബർ ഡയറ്റ് അല്ലേ? കറക്റ്റ്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഇൻ കൊറോണറി ആർട്ടറി ഡിസീസ് എന്തായിരിക്കും? പ്രൈമോഡിയൽ പ്രിവെൻഷൻ പ്രൈമോഡിയൽ ആണ്. എക്സസൈസ് ഇൻ ഹൈ റിസ്ക് ഏരിയ പ്രൈമോഡിയൽ ആണോ പ്രൈമറി ആണോ? പ്രൈമറി. BP മോണിറ്ററിംഗ് നമുക്ക് പ്രൈമറിയിലേക്ക് പറയാം.
TMDയും അത് രണ്ടും നമ്മൾ സെക്കൻഡറിയിലേക്ക് നമ്മുടെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് വിൽ കം ഇൻ സെക്കൻഡറി ഉള്ളി. സോ ഇതിനകത്ത് പ്രൈമോഡിയലിൽ വരുന്നത് സോൾട്ട് റെസ്ട്രിക്ഷൻ മാത്രമായിരിക്കും. ആൻസർ ഈസ് സോൾട്ട് റെസ്ട്രിക്ഷൻ. ഓക്കെ, എക്സസൈസ് പറയുമ്പോൾ നമ്മൾ പ്രിവെൻഷൻ ഓർക്കും പ്രൈമോഡിയൽ ആണ് ക്വസ്റ്റ്യൻ. പ്രൈമറി ആണെങ്കിൽ നമുക്ക് എക്സസൈസ് ഇൻ ഹൈ റിസ്ക് ഏരിയ പറയായിരുന്നു. ബട്ട് ദ പ്രൈമോഡിയൽ ആണെങ്കിൽ ഇതിനകത്ത് സോൾട്ട് റെസ്ട്രിക്ഷൻ മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിവെൻഷൻ ഓഫ് ഡെന്റൽ കാരീസ്. ഡെന്റൽ കാരീസിലേക്കുള്ള പ്രൈമറി പ്രിവെൻഷൻ എന്തൊക്കെയായിരിക്കും? Fluoridation. ക്ലൂ പറയാം. ഫ്ലോറിഡേഷൻ. ഫ്ലോറിഡേഷൻ മാത്രമേ ഉള്ളൂ? Dental health education. Dental health education as well as fluoridation, ഇത് രണ്ടും എന്തിൽ വരും? പ്രൈമറി പ്രിവെൻഷൻ ഓഫ് ഡെന്റൽ കാരീസ് ആയിരിക്കും. മാസ് സ്ക്രീനിങ് എന്തിലാ വരിക? Secondary. ഡെന്റൽ ഫിറ്റിംഗും ടൂത്ത് എക്സ്ട്രാക്ഷൻ വരും. ഡെന്റൽ ഫിറ്റിംഗ് ഡെന്റൽ ഫിറ്റിംഗ് വിൽ കംസ് ഇൻ ദ ടെർഷ്യറി. ടൂത്ത് എക്സ്ട്രാക്ഷൻ നമുക്ക് സെക്കൻഡറി പ്രിവെൻഷൻ പറയാം അല്ലേ? Which of the following primordial prevention for non-communicable disease എന്നുള്ള primary prevention, primordial prevention ഏതാണ്? നോൺ കമ്മ്യൂണിക്കബിൾ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പ്രൈമോഡിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് വന്നിട്ടില്ല. സോ സോൾട്ട് റെസ്ട്രിക്ഷൻ ഇൻ ഹൈ NCD ഏരിയ, സ്മോക്ക് സെസേഷൻ ഇൻ ഹൈ റിസ്ക് NCD ഏരിയ. ആ ഹൈ റിസ്കിനെ രണ്ടും നമുക്ക് ഒഴിവാക്കി കൂടെ പ്രൈമോഡിയൽ ആകുമ്പോൾ തന്നെ അല്ലെ? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അതാകുമ്പോൾ അതിനെ ഒഴിവാക്കി നമ്മൾ. അഗെയിൻ ഹൈ റിസ്ക് ഉള്ള 3 ഓപ്ഷൻ ഉണ്ട്. ഹൈ റിസ്ക് ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ പ്രൈമറി വന്ന് പ്രൈമോഡിയൽ ഒഴിവായി കഴിഞ്ഞു. സോ വി ക്യാൻ റിമൂവ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഇ. ഇനിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രിസർവേഷൻ ഓഫ് ട്രഡീഷണൽ ഡയറ്റ് ഇൻ ലോ NCD ഏരിയയും ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റും ആണ്. സോ ഞാൻ ഏത് ആൻസർ? C. ഓപ്ഷൻ ബി, പ്രിസർവേഷൻ ഓഫ് ട്രഡീഷണൽ ഡയറ്റ് ഇൻ ലോ NCD ഏരിയ. കാര്യം ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് സെക്കൻഡറി പ്രിവെൻഷൻ ആണ് അല്ലേ? Salt restriction in high risk NCD area, primary prevention. Smoking cessation, high risk, again primary prevention. Preservation of traditional light in low risk area, adana primordial prevention. Early diagnosis and treatment is secondary prevention ആയിരിക്കും. Exercise in high risk area, again primary prevention ആയിരിക്കും. So our answer is preservation of traditional diet in low non-communicable disease area ആയിരിക്കും നമ്മുടെ primordial prevention answer. Primary prevention again, primary prevention, marriage counseling, early diagnosis and treatment, pap smear, self breast examination, immunization. Immunization. Marriage counseling as well as immunization will comes under primary prevention. Early diagnosis and treatment, any type of prevention? Secondary. Pap smear, self breast examination, again investigation എല്ലാം നമുക്ക് പറയാൻ പറ്റും സെക്കൻഡറി പ്രിവെൻഷൻ ആയിരിക്കും. ഇനി വൈറ്റമിൻ എ പ്രൊഫൈലൈസിസ് ഒരു കുട്ടിക്ക് കൊടുക്കുവാണ്, അതെന്തായിരിക്കും? ഇതിനകത്ത് ഈ ആൻസറുകൾ എന്തായിരിക്കും? വൈറ്റമിൻ എ പ്രൊഫൈലൈസിസ് കൊടുക്കുവാണെങ്കിൽ വൈറ്റമിൻ എ കൊടുക്കുന്നത് എന്തിനായിരിക്കും? ബ്ലൈൻഡ്നെസ് വരാതിരിക്കാൻ. സോ ഇറ്റ് ഈസ് സ്പെസിഫിക്കലി നമ്മൾ കൊടുക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഓക്കെ, which of the following is not a primary prevention strategy? Breast self-examination. Breast self-examination. Again, ഞാൻ പറഞ്ഞു examination നമ്മൾ എല്ലാ തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റസും it will comes under secondary prevention അല്ലേ? അടുത്തത് immunization is primary prevention. Correct. Iodized salt in iodine deficiency control program is? ഡോക്ടർ ഒരു ഡൗട്ട് ഉണ്ട്. ഹലോ, അതായത് ഈ എഡ്യൂക്കേഷൻ വരുന്നതെല്ലാം പ്രൈമറിയിലോട്ട് വരും. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രൈമറി നമുക്ക് പറയാം. ഹെൽത്ത് നമ്മൾ മറ്റേ ഇത് പറഞ്ഞില്ലേ, മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ പറഞ്ഞില്ലേ? ആ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ നോക്കുവാണെങ്കിൽ ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. അതായത് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ നമ്മൾ പറഞ്ഞു.
മോഡിയൽ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷറി ഉണ്ട്. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പറഞ്ഞില്ലേ, ആ 5-നകത്ത് ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ പ്രൈമറി പ്രിവെൻഷനകത്ത് വരുന്നതായിരിക്കും ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും. ഹെൽത്ത് വരുന്നത് അല്ലെ? സോ അതെല്ലാം നമുക്ക് പ്രൈമറി പ്രിവെൻഷൻ പറയാം. ഇനി സെക്കൻഡറി ലെവൽ പ്രിവെൻഷൻ വരുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റും സെക്കൻഡറി പ്രിവെൻഷൻ സെയിം ആയിരിക്കും. ഓക്കെ. ഇനി ടെറിഷറി ലെവൽ പ്രിവെൻഷനകത്ത് വരുന്ന മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻസ് ആയിരിക്കും ഡിസബിലിറ്റി ലിമിറ്റേഷനും റീഹാബിലിറ്റേഷനും. ക്ലിയർ ആയോ? സോ നമ്മൾ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ മോഡ്സ് ഓഫ് ഇന്റർവെൻഷനും കൂടെ കമ്പയർ ചെയ്ത് പ്രൈമറി ലെവലിൽ അല്ലെങ്കിൽ പ്രൈമോഡിയൽ ഒരു ലെവലിലേക്ക് പറയാം. പ്രൈമറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഹെൽത്ത് പ്രൊമോഷനും പ്രൊട്ടക്ഷനും ആയിരിക്കും മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷനിലുള്ള മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ഈസ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ടെറിഷറി ലെവലിലുള്ള മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ആയിരിക്കും ഡിസബിലിറ്റി ലിമിറ്റേഷനും റീഹാബിലിറ്റേഷനും. ക്ലിയർ ആയോ ഡോക്ടറെ? ക്ലിയർ ആയി. Okay. So last group in secondary prevention, iodine deficiency control program is എന്താണ്? Primary prevention. 81. Target group in secondary prevention. Patients. കാരണം അവിടെ ഡിസീസ് വന്നതിന് ശേഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Disc provided with a table top to prevent neck problems is an example of എന്താണ്? Primordial ആണോ പ്രൈമറി ആണോ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണോ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആണോ? Disc provided with a table top to prevent specific protection and we can say specific protection ഏത് type of prevention ലാ വരുന്നത്? Primary. We can say both the answers, primary prevention and specific protection. Next, childhood obesity prevention. Childhood obesity prevention is a type of primary, primordial, secondary, tertiary. What answer? Primordial. Childhood obesity ആണ് prevent ചെയ്യുന്നത്. Obesity കാരണമുള്ള കോംപ്ലിക്കേഷൻ അല്ല, childhood obesity നെ prevent ചെയ്യുന്ന കാരണം the answer is primordial prevention ആയിരിക്കും. Monitoring of blood pressure ഏത് ടൈപ്പ് ആണ്? Secondary. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ നോക്കിക്കോ സെക്കൻഡറി ആയിരിക്കും. ഓക്കെ. സോ എന്തിനാ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നത്? അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാ. സോ ഏർലി ഡയഗ്നോസിസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ് വിൽ കംസ് അണ്ടർ സെക്കൻഡറി പ്രിവെൻഷൻ. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം സ്ക്രീനിങ് ടെസ്റ്റും ഇങ്ങനെയുള്ള എക്സാമിനേഷൻസ് എല്ലാം, ഈവൻ ബ്രസ്റ്റ് എക്സാമിനേഷൻ, എന്തിനാ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുന്നത്? നൊഡ്യൂൾസ് ഉണ്ടോ, ക്യാൻസർ ഉണ്ടോ നമുക്ക് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഏർലി ഡയഗ്നോസിസ് വിൽ കംസ് അണ്ടർ സെക്കൻഡറി പ്രിവെൻഷൻ. സോ മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് പ്രഷർ ടു വിച്ച് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആയിരിക്കും? സെക്കൻഡറി പ്രിവെൻഷൻ ആയിരിക്കും. ഓൾ ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ പ്രൈമറി പ്രിവെൻഷൻ എക്സെപ്റ്റ് ഏതാ? Pap smear. Right. Again അത് സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. Which of the following is an example of primary prevention? ഇതിനകത്ത് primary prevention എക്സാമ്പിൾ ഏതാണ്? Measles Immunization. primary prevention ആയിരിക്കും. Cervical cytology screening secondary prevention ആണ്. Smoking cessation after a heart attack, again it is secondary prevention ആയിരിക്കും. Self examination of breast for lumps, again it is secondary prevention ആയിരിക്കും. Health education, treatment of hypertension, screening for cervical cancer, changing lifestyle to prevent stress. ഇതിനകത്ത് ഏതൊക്കെയാണ് primary prevention? 1 and 4. 1 and 4. 1 and 4. Example for disability limitation. Spectacles for refractory error. Spectacles for Refractory. errors ആയിരിക്കും disability limitationന്റെ example. Okay. So disability limitation വരുന്ന എന്തായിരിക്കും? Spectacle for refractory error ആയിരിക്കും അതിന്റെ ആൻസർ. ഡോട്ട്സ് എന്താണ്? ട്രീറ്റ്മെന്റ് ആണ്. ക്വിറ്റ് സ്മോക്കിംഗ് അഗെയിൻ പ്രൈമറിയിൽ വരും. BCG വാക്സിൻ അഗെയിൻ പ്രൈമറി ആയിരിക്കും. അല്ലെങ്കിൽ സ്പെസിഫിക് നമുക്ക് പറയാം. ഇത് രണ്ടും സ്പെസിഫിക് ആണ്, ഏർലി ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റിൽ വരും. ആൻഡ് സ്പെക്ടക്കിൾ ഫോർ റിഫ്രാക്ടറി എറർ ആയിരിക്കും ഡിസബിലിറ്റി ലിമിറ്റേഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ. നാഷണൽ അയൺ പ്ലസ് ഇനിഷ്യേറ്റീവ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് Primary. primary prevention. Primordial prevention is myocardial infarction
are all except primordial prevention and MI. ഏതൊക്കെയാണ്? Screening for hypertension. കേട്ടില്ല. Screening for hypertension. Maintaining of normal body weight, risk factor വരാണ്ട് പ്രിവെന്റ് ചെയ്യുന്നു. Preservation of lifestyle, റിസ്ക് ഫാക്ടേഴ്സ് വരാണ്ട് നോക്കുന്നു. പ്രോപ്പർ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നു. എഗെയിൻ റിസ്ക് ഫാക്ടേഴ്സ് വന്നിട്ടില്ല. സ്ക്രീനിങ് ഫോർ ഹൈപ്പർ ടെൻഷൻ എന്ത് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആണ്? Secondary. Secondary prevention. Again, primary prevention of hypertension include ഇന്നത്തെ ഏതൊക്കെയായിരിക്കും? Weight reduction. വെയിറ്റ് റിഡക്ഷൻ മാത്രമേ ഉള്ളൂ? Dietary salt reduction. Dietary Exercise salt promotion. Reduction. Exercise promotion. Exercise promotion. So primary prevention of hypertension ഒക്കെ വരുന്ന ആൻസേഴ്സ് ഒന്ന് വെയിറ്റ് റിഡക്ഷൻ, ഡയറ്ററി സോൾട്ട് റിഡക്ഷൻ ആൻഡ് എക്സസൈസ് പ്രൊമോഷൻ. ഇത് രണ്ടും എന്താണ്? ഏർലി ഡയഗ്നോസിസ് ഈസ് സെക്കൻഡറി പ്രിവെൻഷനും ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് again it will comes under secondary prevention ആയിരിക്കും. Installation and usage of sanitary latrines by general public constitute which level of prevention? Health promotion. Health promotion. Correct. Best level of prevention for breast cancer? Early diagnosis and Early diagnosis and treatment ആയിരിക്കും അല്ലെ? ബെസ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ എന്തായിരിക്കും? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമറി പ്രിവെൻഷൻ? ഇതിനകത്ത് പ്രൈമറി പ്രിവെൻഷൻ ഏതാ? vaccination. വാക്സിനേഷൻ. വെരി ഗുഡ്. ഡൗട്ട് ഇല്ലല്ലോ. ആക്റ്റീവ് ട്രീറ്റ്മെന്റ് അഗെയിൻ സെക്കൻഡറിയിലേക്ക് വരും. വാക്സിനേഷൻ പ്രൈമറി ആയിരിക്കും. സ്ക്രീനിങ് അഗെയിൻ സെക്കൻഡറി ആയിരിക്കും. റീഹാബിലിറ്റേഷൻ ടെർഷ്യറി പ്രിവെൻഷൻ ആയിരിക്കും. സോ പ്രൈമറി പ്രിവെൻഷൻ എന്തായിരിക്കും? വാക്സിനേഷൻ. All are the health promotion strategies except health promotion strategies. Insecticide spray എന്താണ്? ഹെൽത്ത് പ്രൊമോഷൻ അല്ലേ? പോർട്ടബിൾ സേഫ് വാട്ടർ സപ്ലൈ അഗെയിൻ ഹെൽത്ത് പ്രൊമോഷൻ ആയിരിക്കും. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഹെൽത്ത് പ്രൊമോഷൻ ആയിരിക്കും. കീമോ പ്രൊഫൈലാസിസ് എന്തായിരിക്കും? ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? അല്ലെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് പ്രൊട്ടക്ഷനിലേക്ക് പറയുന്നതായിരിക്കും കീമോ പ്രൊഫൈലാസിസ്. അത് ഹെൽത്ത് പ്രൊമോഷനിൽ വരുന്നില്ല. Chemoprophylaxis will comes under specific protection. One of the following is an example for tertiary prevention. That tertiary prevention example is Rehabilitation. Rehabilitation. Very good. Vaccination primarily varum. Immediate diagnosis and treatment secondarily varum. Health education again it will comes under primary and rehabilitation arikum secondary. Action which holds the progress of a disease at its incipient stage and prevent complication എന്തായിരിക്കും? Secondary. Secondary prevention അല്ലെ? ഇതിന്റെ പ്രോഗ്രസ്സിൽ തന്നെ പ്രിവെന്റ് ചെയ്ത് ഫെർദർ കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ട തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. The following does not determine specific protection. Pap smear for early detection of carcinoma cervix in community. Wearing googles by welders. Wearing seatbelt by car drivers. Vitamin A for children. അതേതാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അല്ലാത്ത? അതെന്താണ്? അത് ഏർലി ഡയഗ്നോസിസിനായിട്ടുള്ളതാണ് അല്ലെ? ഹെൽത്ത് പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് health promotion include all except specific protection, health education, food fortification, environmental modification. എന്താ ആൻസർ വരുന്നത്? മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ഏതൊക്കെയാ? അത് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. മോഡ്സ് ഓഫ് ഇന്റർവെൻഷനകത്ത് ഹെൽത്ത് പ്രൊമോഷൻ, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ഈസ് അനദർ മോഡ് ഓഫ് ഇന്റർവെൻഷൻ ആണ്. സോ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ഹെൽത്ത് പ്രൊമോഷനിൽ വരുന്നതല്ല, ബാക്കിയെല്ലാം ഹെൽത്ത് പ്രൊമോഷനിൽ വരുന്നതായിരിക്കും. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി പ്രിവെൻഷൻ ഇൻ പോളിയോ? പോളിയോയിലെ പ്രൈമറി പ്രിവെൻഷൻ ഏതാ? OPV. 3 doses, provision of 3 doses of OPV in early infancy ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. ഇനി ഫസ്റ്റ് ഇൻ സീക്വൻസ് അത് ഏത് ആദ്യം വരുന്നത്? എൻവയൺമെന്റ് ആണോ, ഡിസബിലിറ്റി ആണോ, ഡിസീസ് ആണോ, റീഹാബിലിറ്റേഷൻ ആണോ? ഡിസീസ് ആക്സിഡന്റ് ആണ്. സോ ഡിസീസ് ആണ് ഫസ്റ്റ് വരുന്നത്. സീക്വൻസ് ഒന്നും കൂടെ പറ. ഡിസീസ്, ദെൻ Impairment. rehabilitation. Very good. Not allowing the emergence or development at the risk factors itself is which level of prevention? Primordial. റിസ്ക് ഫാക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പ്രൈമോഡിയൽ. റിസ്ക് ഫാക്ടേഴ്സ് വന്നു, ഡിസീസിന്റെ എമർജൻസിനെ സമ്മതിക്കുന്നില്ല പ്രൈമറി. ഡിസീസ് വന്നു, ഫെർദർ കോംപ്ലിക്കേഷനെ സമ്മതിക്കുന്നില്ല, ദാറ്റ് ഈസ് സെക്കൻഡറി.
ഇനി കോംപ്ലിക്കേഷൻസ് വന്നു എഗെയിൻ അതിന്റെ ഫെർദർ സീക്വൻസിലേക്ക് പോകാണ്ട് പ്രിവെന്റ് ചെയ്യുന്നതാണ് ടെറിഷറി. കീമോ പ്രൊഫൈലാസിസ് ഈസ് എ പ്രിവെൻഷൻ ടൈപ്പ്. ഏതാണ് കീമോ Secondary. പ്രൊഫൈലാക്സിസ്? Secondary. കീമോ പ്രൊഫൈലാക്സിസ് ആണ്. പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ Primary. Primary. റൈറ്റ്. അതായത് നമ്മള് ഈ സ്പെസിഫിക് പ്രൊട്ടക്ഷനകത്താണ് കീമോ പ്രൊഫൈലാക്സിസ് പഠിക്കുന്നത്. സ്പെസിഫിക് പ്രൊട്ടക്ഷൻ വിൽ കംസ് അണ്ടർ പ്രൈമറി പ്രിവെൻഷൻ ഉള്ളി. സോ കീമോ പ്രൊഫൈലാക്സിസ് ഈസ് എ പ്രൈമറി പ്രിവെൻഷൻ ആയിരിക്കും. ഓക്കെ. ഞാൻ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ആക്ച്വലി നമ്മള് നെക്സ്റ്റ് ചാപ്റ്ററിലേക്കുള്ളതാണ്. അത് അവര് എങ്ങനെയോ അത് ഈ ചാപ്റ്ററിന്റെ കൂടെ ആഡപ്പ് ആയതാണ്. ICD 10 ആൻഡ് ICD നമ്മള് ICD WH എല്ലാം വേറെ ചാപ്റ്ററിൽ പഠിക്കും. ആൻഡ് ഇനി ഇതിനകത്ത് വിട്ടൊരു ടോപ്പിക് ഉണ്ട്, ദിസ് വൺ, ഐസ്ബർഗ് ഫിനോമിന ഡിഫറൻഷിയേറ്റ് Apparent. Inapparent. and inapparent ആയിരിക്കും. Symptomatic. And again all these are about next chapter ആണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് this again വന്നൊരു ക്വസ്റ്റ്യൻ. ഗ്ലോബൽ എറാഡിക്കേഷൻ ഓഫ് സ്മോൾ പോക്സ് വാസ് ഡൺ ഇൻ 8th May. 8th May 1980. global eradication was done in 8th May 1980 ആയിരിക്കും. Okay. 80. And again direct standardization, true about single exposure, long term fluctuation, cyclical strength, ഇതെല്ലാം നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ again വന്നൊരു ക്വസ്റ്റ്യൻ, സർവൈവലൻസ് ഈസ് 122. സർവൈവലൻസ് ഈസ് scrutiny of factors ആയിരിക്കും ആൻസർ. True morbidity is measured by സെന്റിനൽ സർവൈവലൻസ് ആയിരിക്കും. ആക്റ്റീവും പാസീവും മാത്രമായിരിക്കില്ല, സെന്റിനൽ സർവൈവലൻസ് ആണ് ട്രൂ മോബിലിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ. ടിപ്പ് ഓഫ് ഐസ്ബർഗ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയറ്റ്ലി റെപ്രസെന്റഡ് ഇൻ വിച്ച് ഡിസീസ്? ഇതിനകത്ത് ഏതിനകത്താണ് ടിപ്പ് ഓഫ് ഐസ്ബർഗ് നമുക്ക് അറിയാൻ പറ്റുന്നത്? ഒക്കെ എല്ലാം ഇൻഫെഷ്യസ് ഡിസീസ് ആണ്, സിംറ്റമാറ്റിക്കലി പുറത്തേക്ക് വരുന്നുണ്ട്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനകത്തായിരിക്കും നമുക്ക് അപ്രോപ്രിയറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇൻ കേസ് ഓഫ് ദീസ് ഓപ്ഷൻസ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആയിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഈ ലാസ്റ്റത്തെ ഒരു ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഈസ് ഫ്രം ദ നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ദാറ്റ് വിൽ ഡിസ്കസ് ടുഗദർ വെൻ വി ആർ സ്റ്റഡിങ് വിത്ത് നെക്സ്റ്റ് ടോപ്പിക്. എന്തെങ്കിലും വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അതർവൈസ് വി ക്യാൻ സ്റ്റോപ്പ്. Or anything more to add? നിർത്താം. എന്തെങ്കിലും അധികമായിട്ട് ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. അങ്ങനെ ഡോക്ടർ വീണ്ടും നെക്സ്റ്റ് വീക്കിൽ ജോയിൻ ചെയ്യും. സൺഡേ നമുക്ക് സരിക ഡോക്ടറെ അനാറ്റമി മെറ്റീരിയൽ ക്ലാസ് ഉണ്ടാകും. ഡ്രഗ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Good night.